ഇപ്പോൾ ഗസയ്ക്ക് മേൽ വീണ്ടും ഇസ്രായേൽ വ്യോമാക്രമണം ആരംഭിച്ചിരിക്കുകയാണ്. അതിന് പറയുന്ന കാരണം ഹമാസ് വെടിനിർത്തൽ ലംഘിച്ചു എന്ന്. അങ്ങനെ ഒരു ആരോപണമാണ് ഉന്നയിക്കുന്നത്. ആ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഗസയ്ക്ക് മേൽ ശക്തമായ വ്യോമാക്രമണം തുടരുകയാണ് ഇസ്രായേൽ. 42 പലസ്തീനികളാണ് ഇന്നലെ മാത്രം കൊല്ലപ്പെട്ടത്. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യാക്രമണ നടപടി മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അമേരിക്ക ഇതിനെ ന്യായീകരിക്കുന്നത്. അതായത് ഹമാസ് ചെയ്തിക്കുള്ള പ്രത്യാക്രമണം മാത്രമാണ്. അതേസമയം ഈ വെടിനിർത്തൽ കരാർ അത് അതുപോലെ തുടരുമെന്ന് കൂടി അമേരിക്ക ഈ മണിക്കൂറിലും അവകാശം ഉന്നയിക്കുന്നുണ്ട്. ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുന്നു ഈ ഘട്ടത്തിൽ UN-ഉം മറ്റ് ലോകരാജ്യങ്ങളും. BK സുഹൈൽ കൂടുതൽ വിശദാംശങ്ങളുമായി നമ്മോടൊപ്പം ചേരുന്നു. സുഹൈൽ, ഗുഡ് മോർണിംഗ്. സുഹൈൽ, ഗസയിൽ വീണ്ടും സ്ഥിതിഗതികൾ വഷളാകുന്ന ഒരു അവസ്ഥ. ഇതിപ്പോൾ ഡെഡ് ബോഡികൾ വിട്ടുകൊടുക്കുന്നതിൽ അമാന്തം കാണിക്കുന്നു ഹമാസ് എന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത്. വീണ്ടും ആക്രമണം തുടങ്ങാനുള്ള ഒരു കാരണമായി അവർ കാണിക്കുന്നത് അതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മൃതദേഹങ്ങൾ വിട്ടു നൽകാൻ വൈകുന്നത്? ഇനിയിപ്പോൾ ആ പേരും പറഞ്ഞ് ഒരു ആക്രമണം ആരംഭിച്ചു കഴിഞ്ഞാൽ അതിൽ എന്തെല്ലാം കാര്യങ്ങൾ കാണുന്നുണ്ട് ഇസ്രായേൽ? ഇന്നലെ മാത്രം പുനരാരംഭിച്ച വ്യോമാക്രമണത്തിൽ എത്ര കണ്ട് ആൾനാശവും മറ്റ് നാശനഷ്ടങ്ങളും ഗസയിലുണ്ടായിട്ടുണ്ട്? ഇപ്പോൾ വംശഹത്യ തുടരാനുള്ള മറ്റൊരു ന്യായം കണ്ടെത്തുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ചെയ്യുന്നത്. കഴിഞ്ഞ രാത്രിയിൽ മാത്രം 42 പേർ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. ഗസ സിറ്റി ഉൾക്കൊള്ളുന്ന വടക്കൻ ഗസയിൽ നിന്ന് 18 പേർ, മധ്യ ഗസയിൽ 17 പേർ, റഫ അതിർത്തി ഉൾക്കൊള്ളുന്ന കിഴക്കൻ മേഖലയിൽ 7 പേർ, ഇങ്ങനെ 42 പേർ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. ഈ വെടിനിർത്തൽ എന്ന് പറയുന്ന ഇസ്രായേലിന്റെ നടപടി അല്ലെങ്കിൽ ഒക്ടോബർ 10 ശേഷമുള്ള കാലങ്ങൾക്ക് ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ട രാത്രി കഴിഞ്ഞ ദിവസമായിരുന്നു. എങ്ങനെയാണോ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം യുദ്ധം തുടങ്ങിയത് മുതൽ ഉള്ള സാഹചര്യം, അതേ സാഹചര്യം തന്നെ ഇപ്പോഴും തുടരുകയാണ്. കുട്ടികളും സ്ത്രീകളുമെല്ലാം യുദ്ധം അവസാനിച്ചു എന്ന് വിചാരിച്ച് ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് ആ വീടുകൾക്ക് നേരെ, അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെ, ആളുകൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വാഹനങ്ങൾക്ക് നേരെ ഇവിടങ്ങളിൽ എല്ലാമാണ് ഇപ്പോൾ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ഏതായിരുന്നാലും യുദ്ധസമാനമായ സാഹചര്യം എങ്ങനെയാണോ ഉള്ളത് അതേപോലെ തന്നെ തുടരുകയാണ്. നമ്മൾ മനസ്സിലാക്കുന്നത് 2-3 കാര്യങ്ങളാണ് ഇപ്പോൾ നെതന്യാഹുവിനെ ഇതിന് പ്രേരിപ്പിക്കുന്നത്. കാരണങ്ങൾ പലതും പറയുന്നുണ്ട്. ബന്ദികളുടെ മോചനം നാടകമാക്കി മാറ്റുന്നു. അതേപോലെ തന്നെ നേരത്തെ മരിച്ച 2023 ഒക്ടോബറിൽ തന്നെ തങ്ങൾ വീണ്ടെടുത്ത ബന്ദിയുടെ മൃതദേഹം, അതിന്റെ ശരീരഭാഗങ്ങളാണ് ഇപ്പോൾ നൽകുന്നത്. അതേപോലെ തന്നെ റെഡ് ക്രോസിനെ പലതരത്തിൽ കബളിപ്പിക്കുന്നു. അതേപോലെ തന്നെ റഫ അതിർത്തിയിൽ ഇസ്രായേൽ സേനയ്ക്ക് നേരെ ഹമാസ് വെടിയുതിർക്കുന്നു. ഇത്തരം കാരണങ്ങളൊക്കെയാണ് ഇസ്രായേൽ ഇതിന് ന്യായങ്ങളായി പറയുന്നത് എങ്കിലും അന്താരാഷ്ട്ര നിരീക്ഷകർ പറയുന്നത് 2-3 കാരണങ്ങളാണ് ഇപ്പോൾ നെതന്യാഹു ഇതിലേക്ക് നീങ്ങാനുള്ള കാരണം. ഒന്ന്, സ്വാഭാവികമായും സൈനിസത്തിന്റെ വംശഹത്യ തുടരാനുള്ള അവരുടെ പദ്ധതി. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്രിമിനൽ വിചാരണ വീണ്ടും നീട്ടിവെക്കാനുള്ള നെതന്യാഹുവിന്റെ ആഗ്രഹമാണ്. ഇന്ന് വീണ്ടും കോടതിയിൽ അദ്ദേഹത്തിന്റെ ക്രിമിനൽ കേസിൽ വിചാരണ ആരംഭിക്കാൻ പോവുകയായിരുന്നു. അത് വീണ്ടും വൈകിപ്പിക്കാനുള്ള നെതന്യാഹുവിന്റെ ഒരു ഗൂഢതന്ത്രമാണ് ഈ ഒരു നടപടി എന്നുള്ളതാണ്. മൂന്നാമത്തേത്, US-ന് ഒരു ടെസ്റ്റ് കൊടുക്കുകയാണ്. ഞങ്ങൾക്ക് എത്രമാത്രം ഈ വെടിനിർത്തൽ ലംഘിക്കാം എന്നും അവിടെ അമേരിക്ക എത്രമാത്രം ഇടപെടും എന്നുമുള്ള ഒരു ടെസ്റ്റ് ഡോസ് എന്ന നിലയിലാണ് നെതന്യാഹു ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് കടക്കാനുള്ളത്. ഹമാസിനെ നിരായുധീകരിക്കുക, അതേപോലെ തന്നെ അവിടെ മറ്റൊരു ഭരണം സ്ഥാപിക്കുക, അത് മുഖേന ഇസ്രായേലി സേന പിൻവാങ്ങുക. അപ്പോൾ ഇസ്രായേലി സേനയുടെ പിന്മാറ്റമൊക്കെ നടന്നു കഴിഞ്ഞാൽ, അവിടെ ഇസ്രായേൽ ഇടപെട്ട് കഴിഞ്ഞാൽ അമേരിക്ക എന്ത് ചെയ്യും എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ടെസ്റ്റ് ഡോസ് എന്ന നിലയിലാണ് ഇപ്പോഴത്തെ ആക്രമണത്തെ കണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ എല്ലാം തന്നെ ഇപ്പോൾ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതായിരുന്നാലും ഒരു കാര്യം മറുഭാഗത്ത് നടക്കുന്നു. ഇസ്രായേലിലേക്ക് 2 ബന്ദികളുടെ മൃതദേഹം വിട്ടു നൽകാൻ പാകത്തിൽ ഇപ്പോൾ ഹമാസിന്റെ കൈകളിലുണ്ട്. അത് വിട്ടു നൽകുന്നത് ഇപ്പോൾ ഹമാസ് വൈകിപ്പിക്കുകയാണ്. ഈ ആക്രമണം നിർത്താതെ ഒരിക്കലും, അല്ലെങ്കിൽ യുദ്ധസമാനമായ സാഹചര്യം അവസാനിക്കാതെ വിട്ടു നൽകില്ല എന്ന് അവർ റെഡ് ക്രോസിനെ അറിയിച്ചു കഴിഞ്ഞു. അമേരിക്ക ഇപ്പോഴും വെടിനിർത്തലുണ്ട് എന്ന് പറയുകയാണ്. ഇസ്രായേൽ 150ഓളം പേരെ കൊന്നൊടുക്കി കഴിഞ്ഞു, അപ്പോഴും വെടിനിർത്തലുണ്ട് എന്ന് പറയുകയാണ്. പ്രത്യേകിച്ചും US പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ പ്രസ്താവന വന്നു. ഒരു പ്രത്യാക്രമണം നടത്തുക മാത്രമാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അതിലപ്പുറം യുദ്ധം പുനരാരംഭിച്ചു എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല എന്നും, അതേപോലെ തന്നെ വെടിനിർത്തൽ സ്റ്റേബിളായി തന്നെ നിലനിൽക്കുന്നു എന്നൊക്കെ പറയുന്നത് JD വാൻസ് ആണ്. ഹമാസിന്റെ പ്രതികരണം വന്നു കഴിഞ്ഞു. തങ്ങൾ ഒരിക്കലും റഫ അതിർത്തിയിൽ ഇസ്രായേലി സേനയെ കൊന്നൊടുക്കിയിട്ടില്ല, അതിന്റെ പിന്നിൽ ഞങ്ങളല്ല. അതേപോലെ തന്നെ ബന്ദികളെ മൃതദേഹം വിട്ടു നൽകുന്നതിൽ കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ ഞങ്ങൾ പാലിക്കും. ഇപ്പോഴും 2 ബന്ദികളുടെ മൃതദേഹം തങ്ങളുടെ കൈവശമുണ്ട്. ഇസ്രായേൽ അവരുടെ ആക്രമണം നിർത്തുകയും യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുകയും ചെയ്യുകയാണ് വേണ്ടത് എന്ന് ഹമാസ് പറയുന്നു.